കൊച്ചി കലൂരിൽ അശ്ലീല കമന്റ് അടിച്ചത് ചോദ്യം ചെയ്തതിന് പെൺകുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രധാന പ്രതി അക്ബർ അലി അടക്കം 7 പ്രതികൾക്കായി അന്വേഷണം തുടരുന്നു. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ അക്ബർ അലി അടക്കം പ്രതികൾ ജില്ല വിട്ടുവെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കേസിൽ 3 പ്രതികളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. പാലക്കാട് സ്വദേശികളായ അരുൺ, സാബിത്ത്, മലപ്പുറം സ്വദേശി ആൽബിൻ സൈമൺ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4:30 കലൂർ ചക്കാലപ്പാടത്ത് പെൺകുട്ടികളെ അക്ബർ അലിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചത്. 2 പെൺകുട്ടികളായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. സമീപത്തെ കടയിൽ നിന്നും ചായ കുടിച്ച ശേഷം മടങ്ങി വരികയായിരുന്നു. ലൈംഗിക ചുവയോടെ കമന്റ് ചോദ്യം ചെയ്ത പെൺകുട്ടികളെ പ്രതികൾ നിലത്തിട്ട് ചവിട്ടുകയും വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു. കലൂർ ലിബർട്ടി ലൈനിൽ ഹൈലാൻഡ് ലോഡ്ജ് നടത്തിപ്പുകാരനായ ഒന്നാം പ്രതിയായ അക്ബർ അലി. അതേസമയം പരാതിയുമായി എത്തിയ പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തെയും പുലർച്ചെ ചായ കുടിക്കാൻ ഇറങ്ങിയതിനെയും അധിക്ഷേപിച്ച പോലീസുകാർക്കെതിരെയും നടപടിയുണ്ടായേക്കും. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പെൺകുട്ടികളെ കലൂരിൽ വെച്ച് അശ്ലീലമായ കമന്റ് അടിച്ചത് ചോദ്യം ചെയ്തതിനായിരുന്നു ഇത്തരത്തിൽ പെൺകുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ പ്രധാന പ്രതി അടക്കമുള്ളവർ ഒളിവിലാണ്. ഇവരെ സംബന്ധിച്ചുള്ള ഇവർ ജില്ല വിട്ടു എന്നടക്കമുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രധാന പ്രതി അക്ബർ അലി അടക്കമുള്ള 7 പ്രതികൾക്കായാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത്. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ അക്ബർ അലി അടക്കമുള്ള പ്രതികൾ ജില്ല വിട്ടു എന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ. കേസിൽ 3 പ്രതികളെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. പാലക്കാട് സ്വദേശികളായ അരുൺ, സാബിത്ത്, മലപ്പുറം സ്വദേശിയായ ആൽബിൻ സൈമൺ എന്നിവരാണ് ഇന്നലെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4:00 ഈ ഒരു സംഭവം ഉണ്ടായത്. കല്ലൂർ ചക്കാലപ്പുറത്ത് പെൺകുട്ടികൾ അക്ബർ അലിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. 2 പെൺകുട്ടികളും ഈ ഒരു സംഘത്തിലുണ്ടായിരുന്നു. സമീപത്തെ കടയിൽ നിന്നും ചായ കുടിച്ച ശേഷം മടങ്ങി വരുന്ന വഴിയാണ് ഇത്തരത്തിൽ പെൺകുട്ടികളോട് ലൈംഗിക ചുവയോടെ ഇവർ കമന്റ് അടിക്കുകയും ഇത് ചോദ്യം ചെയ്തതാണ്. ഇത്തരത്തിൽ പെൺകുട്ടികളെ പ്രതികൾ നിലത്തിട്ട് ചവിട്ടുകയും വസ്ത്രങ്ങളടക്കം വലിച്ചു കീറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കലൂർ ലിബർട്ടി ലൈനിൽ ഹൈലാൻഡ് ലോഡ്ജ് നടത്തിപ്പുകാരനാണ് ഒന്നാം പ്രതിയായ അക്ബർ അലി. അതേസമയം പരാതിയുമായി പെൺകുട്ടികൾ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പെൺകുട്ടികളുടെ വസ്ത്രദാനത്തെയും അതുപോലെ തന്നെ പുലർച്ചെ ചായ കുടിക്കാൻ ഇറങ്ങിയതിനെയും അധിക്ഷേപിച്ച പോലീസുകാർക്കെതിരെയും നടപടിയുണ്ടായേക്കും. കുംഭമേള വൈറൽ പെൺകുട്ടിയുടെയും ഭർത്താവിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഇന്നലെ ഹർജി പരിഗണിച്ചപ്പോൾ മധ്യപ്രദേശ് പോലീസ് മുൻകൂർ ജാമ്യ ഹർജി എതിർത്തിരുന്നു. എന്നാൽ തനിക്ക് പ്രായപൂർത്തിയായി എന്ന നിലപാടാണ് പെൺകുട്ടി കോടതിയിൽ സ്വീകരിച്ചത്. തന്റെ റദ്ദാക്കിയ ജനന സർട്ടിഫിക്കറ്റ് പുനഃസ്ഥാപിക്കണമെന്നും പെൺകുട്ടി കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഇരുവരും തമ്മിലുള്ള വിവാഹം അസാധുവാണെന്ന വാദമാണ് പോലീസ് കോടതിയിൽ ഉന്നയിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം ചെയ്തു എന്നതടക്കമുള്ള കുറ്റങ്ങളാണ് ഇവരെ വിവാഹം കഴിച്ചിരുന്ന മുഹമ്മദ് ഫർമാനെതിരെ മധ്യപ്രദേശ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഏതായാലും കുംഭമേളയുടെ വൈറലായ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെയും മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി വിധി പറയുകയാണ്. ഇന്നലെ ഹർജി പരിഗണിച്ചപ്പോൾ മധ്യപ്രദേശ് പോലീസ് മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്തിരുന്നു. എന്നാൽ തനിക്ക് പ്രായപൂർത്തിയായി എന്ന നിലപാട് തന്നെയാണ് പെൺകുട്ടി ഇപ്പോഴും കോടതിയിൽ സ്വീകരിക്കുന്നത്. തന്റെ റദ്ദാക്കിയ ജനന സർട്ടിഫിക്കറ്റ് അടക്കം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും പെൺകുട്ടി കോടതിയിൽ ഉന്നയിച്ചു. എന്നാൽ ഇരുവരും തമ്മിലുള്ള വിവാഹം അസാധുവാണെന്ന വാദമാണ് പോലീസ് കോടതിയിൽ ഉന്നയിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം ചെയ്തത് എന്നടക്കമുള്ള കുറ്റങ്ങളാണ് ഇവരുടെ ഭർത്താവായ മുഹമ്മദ് ഫർമാനെതിരെ മധ്യപ്രദേശ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം നാലാഞ്ചിറയിൽ ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്തു കൊന്നു. ഉദയന്നൂർ ക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഹസീനയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം ഭർത്താവ് സുരേഷ് കാറിൽ രക്ഷപ്പെട്ടു. പുലർച്ചെയായിരുന്നു കൊലപാതകം. ഇരുവരും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നതാണ് നിഗമനം. പ്രദേശത്ത് 4 മാസം മുമ്പാണ് കുടുംബം താമസിക്കാനായി എത്തിയത്. ഏതായാലും തിരുവനന്തപുരം
നഗരത്തിൽ ആണ് ഇപ്പോൾ ഒരു അരുംകൊല നടന്നിരിക്കുന്നത്. ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. നാലാഞ്ചിറയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഉദയന്നൂർ ക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഹസീനയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം ഭർത്താവ് സുരേഷ് കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇരുവരും തമ്മിലുണ്ടായ തർക്കമാണ് ഈ ഒരു കൊലപാതകത്തിൽ കലാശത് എന്നതാണ് പോലീസിന്റെ നിഗമനം. പ്രദേശത്ത് 4 മാസം മുമ്പാണ് ഇവർ താമസിക്കാനായി എത്തിയത്. ഏതായാലും ഈ കൊലപാതകത്തിന് ശേഷം ഭർത്താവ് സുരേഷ് കാറിൽ രക്ഷപ്പെട്ടു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഉദയന്നൂർ ക്ഷേത്രത്തിന് സമീപമുള്ള വാടക വീട്ടിൽ താമസിക്കുന്ന ഹസീനയാണ് കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരം നാലാഞ്ചിറയിലാണ് ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്.